അടൂർ നിയോജകമണ്ഡലത്തിൽ യു.ഡി.എഫിന്റെ പ്രചരണം ഊർജിതമായിട്ട് തന്നെ നടക്കുകയാണ്. അഡ്വക്കേറ്റ് സി.വി. ശാന്തകുമാറാണ് യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥി. ഇത്തവണ അടൂർ നിയോജകമണ്ഡലം എൽ.ഡി.എഫിൽ നിന്ന് തിരിച്ചുപിടിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് യു.ഡി.എഫിന്റെ പ്രചരണം. ഇപ്പോൾ യു.ഡി.എഫ് കൺവീനർ എം.പി അടൂർ പ്രകാശും ഇപ്പോൾ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ട്. ആദ്യം സ്ഥാനാർത്ഥിയിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ അടൂരിന്റെ ഒരു ജനമനസ്സ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞോ? തീർച്ചയായിട്ടും അടൂരിലെ വിസ്തൃതമായ ഈ നിയമസഭാ മണ്ഡലത്തിലെ ഒട്ടുമിക്കൽ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഞാൻ സന്ദർശിക്കുകയുണ്ടായി, പര്യടനം നടത്തുകയുണ്ടായി. ജനങ്ങളിൽ നിന്നും നല്ല അനുഭവമാണ് ഉണ്ടാകുന്നത്. അടൂരിന് ഒരു നല്ല മാറ്റം അനിവാര്യമാണെന്നുള്ള അടൂരിലെ പ്രബുദ്ധരായ വോട്ടർമാർ എന്നോട് നേരിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ പ്രിജി ശശിധരൻ അല്ലെങ്കിൽ പ്രിജി കണ്ണൻ എന്നറിയപ്പെടുന്ന ഒരു യുവ നേതാവാണ് എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി. ഇതിനോടകം തന്നെ ഒരു 2 റൗണ്ട് പ്രചരണം പൂർത്തിയാക്കാൻ എൽ.ഡി.എഫ് ക്യാമ്പുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യു.ഡി.എഫ് തുടങ്ങുകയാണ്. അപ്പോൾ ഈ തുടങ്ങിയതിന് ശേഷമുള്ള ആ ഒരു പ്രചരണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ സജ്ജരാണ്. യു.ഡി.എഫിന്റെ വിജയം സുനിശ്ചിതമാണ്. അതിനുവേണ്ടിയുള്ള എല്ലാവിധമായ പ്രവർത്തനങ്ങളും യു.ഡി.എഫിന്റെ പ്രവർത്തകർ ബൂത്ത്, മണ്ഡലം, ബ്ലോക്ക്, ജില്ലാതലം വരെ പ്രവർത്തനം സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇപ്പോൾ അടൂർ പ്രകാശ് ജനിച്ചു വളർന്നൊരു നാടാണ്. ഇവിടെയുള്ള ആളുകൾക്ക് അടൂർ പ്രകാശ് എന്ന് പറഞ്ഞ് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടില്ല. അപ്പോൾ ഈ മണ്ഡലം ഇത്തവണ തിരിച്ചു പിടിക്കേണ്ടത് യു.ഡി.എഫിനെ സംബന്ധിച്ചുകൊണ്ട് അഭിമാന പോരാട്ടത്തിൻ്റെത് കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പൾസ്? ഇപ്പോഴത്തെ ഒരു പോക്ക് യു.ഡി.എഫിന് അനുകൂലമായിട്ടുള്ള ഒരു വലിയ ചിത്രമാണ് എനിക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അഡ്വക്കേറ്റ് സി.വി. ശാന്തകുമാറിനെ ഇവിടെ മത്സരിപ്പിക്കണം എന്ന തീരുമാനം ഞങ്ങൾ എല്ലാവരും കൂടി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അല്ലെങ്കിൽ KPCC ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടാണ് തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നു. ഇവിടെ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ യു.ഡി.എഫിന് അനുകൂലമായിട്ടുള്ള ഒരു ചിത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. അതിനെ വിപരീതമായി ഒരുപക്ഷെ പല കാര്യങ്ങളും എടുത്തു പരിശോധിച്ചാൽ അടൂരിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ശേഷം അടൂരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വികസന പ്രവർത്തന രംഗത്തൊരു നിശ്ചലാവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു സത്യാവസ്ഥയാണ്. അത് മറച്ചു വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും യു.ഡി.എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അഡ്വക്കേറ്റ് സി.വി. ശാന്തകുമാർ ഇവിടെ വിജയം കൈവരിച്ചു വരുമ്പോൾ മാത്രമല്ല യു.ഡി.എഫിൻ്റെ ഒരു ഗവൺമെൻറ് കേരളത്തിൽ അധികാരം ഏറ്റെടുക്കുമ്പോൾ ആ അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളും ഈ പ്രദേശത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് ഞാനും വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ എൻ്റെ നാട് ഇവിടെയാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ നടന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളാണ്. അത് കുട്ടിക്കാലം മുതൽ KS കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ഒരു പ്രവർത്തകനായി നടന്ന കാലഘട്ടം മുതൽ അതിന് ശേഷവും യൂത്ത് കോൺഗ്രസ്സിലൂടെയും ഒക്കെ കടന്നു വരാനുള്ള അവസരം എനിക്ക് നൽകിയത്, പ്രത്യേകിച്ച് ഈ നാട്ടിലെ ആളുകൾ എനിക്ക് നൽകിയ കൈത്താങ്ങ് എനിക്കൊരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റുന്നതല്ല. അവർ നൽകിയിട്ടുള്ള ഒരു പ്രോത്സാഹനമാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതല വഹിക്കാനുള്ളൊരവസരം എന്നെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടുള്ളത്. ആ ചുമതലകൾ ഏറ്റെടുത്ത് പോകുമ്പോഴും എൻ്റെ നാടിനെ ഞാൻ മറന്നിട്ടില്ല, ഈ നാട്ടുകാരുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശാന്തകുമാർ ഇന്ന് എന്നെ കാണാൻ വേണ്ടി ഇവിടെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ വളരെ പെട്ടെന്ന് പ്രധാനപ്പെട്ട ചില ആളുകളെ ഞാൻ വിളിച്ചു. എല്ലാവരെയും കിട്ടിയില്ല, എല്ലാവരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഞാൻ റാന്നിയിലേക്ക് പോകുന്ന മധ്യയാണ് ശാന്തകുമാർ ഇവിടെ വന്നത്. ഇനിയിപ്പം നേരെ റാന്നിയിലേക്ക് പോവുകയാണ്. അതിനുശേഷം കോന്നിയിലേക്കും ഞാൻ തിരിച്ചു വരും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള കൺവെൻഷൻ കോന്നിയിലാണ്. കോന്നി കൺവെൻഷൻ ഞാൻ പങ്കെടുക്കുന്നതാണ്. സജീവമാവുകയാണ്. തീർച്ചയായിട്ടും ഒരിടത്ത് മാത്രമല്ല, എല്ലാ 5 നിയോജക മണ്ഡലങ്ങളിലും എല്ലായിടത്തും. ഇപ്പം ഇന്ന് തന്നെ അബിൻ ബർക്കി എന്നെ വിളിച്ചിരുന്നു. നാളെ അദ്ദേഹത്തിൻ്റെ കൺവെൻഷൻ വെച്ചിട്ടുണ്ട്. ബഹുമാന്യായ ശ്രീ KC വേണുഗോപാലാണ് ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് എന്ന് അറിയിക്കുകയുണ്ടായി. എനിക്ക് ഉള്ള ഒരു പ്രശ്നം നാളെ കാട്ടാക്കടയിലാണ് ഞാൻ. അത് കഴിഞ്ഞ് അതുകൂടാതെ ചടയമംഗലത്ത് എത്തണം, ഓടി നടക്കണം, എല്ലായിടത്തും പോകണ്ടേ. ഇപ്പം ഞാൻ അടൂരിനകത്തുണ്ടായിട്ടുള്ള ചില സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ടുള്ള ചില ആഭ്യന്തര പ്രശ്നങ്ങൾ അത് ഏതെങ്കിലും തരത്തിലൊരു തിരിച്ചടിയാകുമെന്ന് ഭയമുണ്ടോ? കാരണവശാലും അങ്ങനെയൊന്നും ഇവിടെ ഒരു ആഭ്യന്തര പ്രശ്നമില്ല. ആ ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. നിങ്ങളായിട്ട് ആഭ്യന്തര പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി. യാതൊരു പ്രശ്നവും ഇവിടെ ഇല്ല. ശാന്തകുമാറിനെ 2 കൈയും നീട്ടിയാണ് ഇവിടെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഊർജിതമായിട്ട് തന്നെ പ്രചരണം നടക്കട്ടെ. എല്ലാവിധ ആശംസകളും. ഓക്കെ.
അപ്പോൾ എന്തായാലും അടൂർ നിയോജക മണ്ഡലം ഇത്തവണ UDF തിരിച്ചുപിടിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് സ്ഥാനാർത്ഥി ശാന്തകുമാറും അതുപോലെ തന്നെ UDF കൺവീനർ അടൂർ പ്രകാശും പങ്കുവെക്കുന്നത്. സന്തോഷ് ചേകവർക്കൊപ്പം ഷിജോ കുര്യൻ, 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.